ഓക്കെ. ഹായ്. അപ്പൊ ഞാനും അമ്മയും ആദിക്കുട്ടനും കൂടെ ഉണ്ടല്ലോ അച്ഛന്റെ കട വരെ പോവാണ്. അച്ഛന്റെ കട ഇവിടെ അടുത്താ, കോപ്പള്ളി എന്ന സ്ഥലത്തിന്റെ പേര്. നമ്മള് ഒരു പലചരക്കടയുണ്ട് അച്ഛന്. ഞങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ അവിടെ നിന്ന് എടുക്കാന്നൊക്കെ ചുമ്മാ ഒരു ദിവസം. അതെ, ഐസ്ക്രീം മേടിക്കണം, ചൂടല്ലേ. അപ്പൊ ഞങ്ങള് ചുമ്മാ ആദിക്കുട്ടനെ ഇങ്ങനെ വന്നു കഴിയുമ്പോ ഞങ്ങൾ ഇതുപോലെ ആദിക്കുട്ടന് വഴി ചുമ്മാ പോവും കടയിൽ. അപ്പൊ ഞങ്ങൾ കടയിൽ പോവാ. അപ്പൊ പോകുന്ന വഴി കാണാം. അപ്പൊ ഞങ്ങള് പോവാൻ ഇറങ്ങി. ശില്പ വരുന്നില്ല, ഭയങ്കര വെയില, അതുകൊണ്ട് അവള് വരുന്നില്ല. ഞങ്ങൾ ഏതായാലും പോയിട്ട് വരാവേ. അതെ, ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനോ അതെ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാൻ ഓർത്ത് ഇറങ്ങിയതാ. പക്ഷെ അവിടെ ഒറ്റ ഓട്ടോ ഇല്ല. ഇനിയിപ്പോ ബസ്സിൽ പോണം. ഇതാണ് ഇന്ദിരമ്മയുടെ ഒക്കെ വീട്. വെയില് ആ നേരെ പൊക്കെ ഭയങ്കര വെയില. വണ്ടി വരുന്നുണ്ട്. അല്ല, വെയിലില്ലാത്തടത്തൂടെ. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് പണ്ട് സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ സ്ഥിരം ബസ് കയറുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ആട്ടോ ഇത്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് തന്നെ ബസ് സ്റ്റോപ്പ്. ഇവിടെ എല്ലാം നിറച്ച് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഇതിനകത്തൊക്കെ ഇറങ്ങുമായിരുന്നു, കൊച്ചിലെയൊക്കെ. ഞങ്ങൾക്ക് മുയലൊക്കെ ഉണ്ടായിരുന്നു അന്നേരം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നാൾ കൂടി ഞാനും ആദ്യക്കൊണ്ടും ബസ്സിൽ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ കൂവപ്പള്ളിയിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഡാഡിക്കൂടിൻ്റെ കട വരുന്നത്. TKG സ്റ്റോഴ്സ് എന്ന് ബോർഡൊക്കെ വെച്ച്, അതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഞാൻ ഒത്തിരി നാൾ കൂടി വരുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വന്നായിരുന്നു തോന്നുന്നു. എന്തായാലും കുറച്ച് നാൾ കൂടി ഞാൻ എന്തായാലും വരുന്നത്. അപ്പോൾ അച്ഛന് നേരത്തെ BSNL, അച്ഛൻ BSNL എംപ്ലോയി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ VRS എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയതാണ്. അപ്പം ഞങ്ങളിതുപോലെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഞാനും ആദ്യക്കൂട്ടിനും ഒക്കെ കൂടെ ഇങ്ങനെ വരും. എന്നെ ആദ്യക്കൂട്ടിനെ ഇങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന അച്ഛനെ ഇരട്ടി പണിയാന്നും പറഞ്ഞുകൊണ്ട്. ആദ്യക്കൂട്ടനാണെങ്കിൽ അവിടുന്ന് കാണുന്ന ജ്യൂസും മിഠായി എല്ലാം വേണം. അങ്ങനെ ഓരോന്നെല്ലാം വന്ന് തപ്പി പിറക്കുക ഞങ്ങൾ രണ്ടുപേരുടെ. ഞങ്ങളിവിടുന്ന് തന്നെ എടുത്താലും അച്ഛന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം അല്ലെങ്കിലും അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നാലും തരും. അപ്പോൾ ഞങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങൾ എങ്ങനെയും ഇവിടെ കൊണ്ടുവരും കേട്ടോ. അപ്പം എങ്ങനെയാണേലും ഞാനും ആദ്യക്കൂട്ടിനും ഇവിടെ വരും. ആദ്യക്കുട്ടൻ വന്നതേ ഓരോ സാധനം പെറുക്കാനുള്ള പരിപാടിയാ. എന്തോ ഞാൻ നോക്കട്ടെ. ഇതിപ്പോ ഞങ്ങൾ എന്നെ ചെയ്യുന്നതെന്ന് വെച്ചോളൂ, ഞങ്ങൾ വെയിറ്റ് നോക്കുവാണ്. അത് എൻ്റെ അമ്മയുടെയൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവിടെ കടയിൽ എത്തുമ്പോഴത്തേനുമാണ് നമ്മുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട്. ഞാൻ നോക്കി, അമ്മ നോക്കി, ആദ്യക്കുട്ടൻ തരുന്ന സ്റ്റഡി ആയിട്ട് ഒന്ന് നോക്കുക. ഈ ആദ്യക്കുട്ടനാണ് എത്ര തവണ കയറി വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. അവന്റെ വിചാരം ഓരോ പ്രാവശ്യം നോക്കുമ്പോഴത്തേനും മാറുമെന്നാ വെയിറ്റ്. പോപ്പിൻസ് പണ്ട് കഴിച്ചുകൊണ്ട് സാധനം ഒത്തിരി നാളുകൂടി കാണുക. പോപ്പിൻസ് ഒക്കെ കഴിച്ച് ആദ്യക്കുട്ടൻ നേരത്തെ. പിന്നെ ആദ്യക്കുട്ടനാണെങ്കിൽ ഉണ്ടോ ABCD ബിസ്ക്കറ്റ്. ഇതുവരെ ഒത്തിരി നാളുകൂടി കാണുന്ന സാധനം. അച്ഛൻ്റെ അവിടെ ഇങ്ങനത്തെ പഴയ സാധനം, നമ്മുടെ പഞ്ചസാര മുട്ടായി, പിന്നെ നാരങ്ങ മുട്ടായി, അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. നാരങ്ങ മുട്ടായി, മിച്ചർ മുട്ടായി, ഇത് നമ്മുടെ കടല മുട്ടായി. ഇതൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് എൻ്റെ ഫേവററ്റ് ഇതാ മിച്ചർ മിഠായി. ഇതിന് ശരിക്കും മക്രോണി മുട്ടായി എന്നാണ് കേട്ടോ എൻ്റെ പേര്. അന്നേരം എൻ്റെ വായിൽ മിച്ചർ മിഠായി എന്നാണ് വന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ പണ്ടത്തെ ഇതൊരുമാതിരി ഗ്യാസ് മിഠായി പോലത്തെ. അത് തന്നെ. അത് പിള്ളേർ കഴിക്കുന്നതല്ല. എന്താ ഗ്യാസ് മിഠായി. ഞാൻ എന്നാ പറഞ്ഞാലും ആദ്യക്കൂട്ടിന് അത് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പഴയ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അവൻ ഞാൻ നാരങ്ങ മുട്ടായി എന്ന് പറയുന്ന കേട്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ അത് അമ്മ എടുക്കുന്നുണ്ട്. അമ്മയുടെ ഫേവററ്റ് സാധനം നാരങ്ങ മുട്ടായി. എല്ലാ അച്ഛൻ്റെ വിഷു പച്ചക്കറികളാണ്. പിന്നെ ഈ മഞ്ഞ റസ്ക്, ഇത് ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന കേട്ടോ. എൻ്റെ ഫേവററ്റ് സാധനമാണ്. അത് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നും കിട്ടാനില്ല. അവിടെ നമ്മുടെ നോർമൽ റസ്ക് ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്നത്, ആ സൈസ് റസ്കേ ഉള്ളൂ. അപ്പം ഞാൻ അത് കുറച്ചെടുത്തു. പിന്നെ അതേണ്ട ഞങ്ങൾ എടുത്ത സാധനമൊക്കെ വണ്ടിയിൽ വെച്ചതാണ്. കാരണം ഞങ്ങളിപ്പോൾ തിരിച്ച് ഓട്ടോയ്ക്കാണ് പോകുന്നത്. അച്ഛൻ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. അപ്പം ആദ്യക്കുട്ടന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതേന്ന് തിരിച്ചെടുത്തുകൊണ്ട് കൊടുത്തത്. അവൻ്റെ ദേഹത്തൂടെ എല്ലാം ഒഴിച്ച് ഞങ്ങൾ പോവുക വീട്ടിലോട്ട്. അച്ഛൻ ഇച്ചിരി കഴിഞ്ഞാൽ വരത്തുള്ളൂ.
ഇനി ഞങ്ങൾ ഒരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കടയിൽ കയറിയതാണ്. അച്ഛൻ്റെ കടയിൽ ഇതും ഉണ്ടായിരുന്നു, ഇപ്പം അത് നിർത്തിപ്പോയി. അപ്പോൾ ശില്പയ്ക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് വിട്ട് ശില്പയുടെ പേര് ഞങ്ങളിവിടെ കയറി മേടിക്കുകയാണ്. ശില്പയ്ക്കാണ് ഏത് ഫ്ലേവറാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആദ്യക്കുട്ടൻ ഏതായാലും അതെല്ലാം നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി കൊണ്ടിരുന്നത്. ശില്പയുടെ വലങ്കയ്യ ആദ്യക്കുട്ടൻ. അങ്ങനെ ഞങ്ങൾ വേണ്ട ഒരു ഐസ്ക്രീം ഒക്കെ എടുത്ത് ആദ്യക്കുട്ടൻ്റെ ഫേവററ്റ് ഏതു നേരം എടുക്കുന്നത് ഈ പച്ച പിസ്ത. എനിക്കാണെങ്കിൽ സാധനം കാണുന്നത്. അങ്ങനത്തെ ഞങ്ങളൊക്കെ അതെടുത്ത് നേരെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓട്ടോ ചേട്ടൻ ഞങ്ങളൊരു മര്യാദയ്ക്ക് മുകളിലോട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞത്. അപ്പം ഞാനും അമ്മയും കൂടെ താഴെ തന്നെ അങ്ങ് ഇറങ്ങി. ആദ്യക്കുട്ടനാണെങ്കിൽ ആ വെയിലത്തോട് ഓടി അങ്ങ് കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ, ഞങ്ങളാണ് ഡ്രസ്സ് പോലും മാറിയില്ലേ, ചൂടത്ത് കയറി വന്നതല്ലേ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ബൈ.